ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമുക്കൊരു നാടനായിട്ടുള്ളൊരു മീൻ കറി വയ്ക്കാം. മാന്തളാണ് കേട്ടോ ഉപയോഗിക്കുന്നത് മീൻ കറി വയ്ക്കാൻ. രാവിലെ പോയിട്ട് മീനൊക്കെ വാങ്ങിച്ചിട്ട് വന്നു. അപ്പോൾ ഇതാ കണ്ടോ, എന്താണ് നാടൻ മാന്തൾ എന്ന് പറയുന്നത് ഇതാ ഇങ്ങനത്തെ അല്ലേ. പക്ഷേ ഇതേ വരവരയിട്ട് അങ്ങനെ പല വെറൈറ്റി ആയിട്ടുള്ള മാന്തൾ കിട്ടോ. ഇത് നിങ്ങളുടെ അവിടെയൊക്കെ കിട്ടുമോ ഇങ്ങനത്തെ? ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനെ വരയുള്ളതൊക്കെ കാണുന്നത്. നോർമലി ഞാൻ ഇങ്ങനത്തെ കണ്ടിട്ടുള്ളത്. പക്ഷേ ഇത് കണ്ടോ വരയൊക്കെ ആയിട്ട് ഞാൻ ആദ്യമായിട്ട് കാണുക കേട്ടോ. ഞാൻ ആദ്യം കണ്ടപ്പോൾ വിചാരിച്ചു ഇത് വേറെ ഏതെങ്കിലും മീനായിരിക്കുന്നു. അപ്പം നമുക്കിത് പോയിട്ട് നേരേക്കിട്ട് വരാം. അപ്പോൾ ഞാനിത് അവിടെ നേരേക്ക് കൊടുന്ന് വെച്ചിട്ടുണ്ട്. അപ്പം നമ്മുടെ മീൻ കൂട്ടാൻ വയ്ക്കാൻ പോണത് അമ്മയാണ് കേട്ടോ. അമ്മ ഒരു ചീനച്ചട്ടിയിൽ തക്കാളിയും പച്ചമുളകും കൂടിയിട്ട് അരിഞ്ഞിട്ട് ഇടുന്നുണ്ട് കേട്ടോ. അരിഞ്ഞിട്ടിട്ട് നമ്മൾ നേരത്തെ തന്നെ പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഇനി ഇതിന് ശേഷം പുളി ഇതിലേക്ക് പിഴിഞ്ഞൊഴിക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ അമ്മ നന്നായിട്ട് പുളി പിഴിഞ്ഞൊഴിക്കുന്നുണ്ട്. പുളി പിഴിഞ്ഞൊഴിച്ചതിന് ശേഷം പിന്നെ അടുപ്പത്ത് വയ്ക്കുക. അടുപ്പത്ത് വെച്ചിട്ട് നമ്മൾ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. മഞ്ഞൾപ്പൊടി പിന്നെ അതിനുശേഷം മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അത് നമുക്ക് എരിവിനനുസരിച്ച് ഇട്ട് കൊടുക്കുകയും അമ്മ ഇവിടെ ഒരു 3.5 സ്പൂണോളം ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ മുളക് പൊടി എരിവിനനുസരിച്ച് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. കളറൊക്കെ വേണമെങ്കിൽ അത്യാവശ്യം ഒരു 3 സ്പൂണൊക്കെ ഇട്ട് കൊടുക്കണം കേട്ടോ. എൻ്റെ മുളക് പൊടി വലിയ എരിവില്ല, അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. പിന്നെ അതിന് ശേഷം ഉപ്പിട്ട് കൊടുക്കുക. ഉപ്പിട്ട് ശേഷം പിന്നെ അത് നന്നായിട്ടൊന്ന് കിടന്ന് തിളക്കട്ടെ കേട്ടോ. തിളക്കുന്ന വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. പുളി തിളയ്ക്കാറാകുമ്പോഴേക്കും നമുക്ക് ഒരു കപ്പ് തേങ്ങ മിക്സിയുടെ ജാറിലിട്ട് ഒരു സവാളയും ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കാം കേട്ടോ. അരച്ച തേങ്ങ നമ്മളവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ പുളി അപ്പോഴേക്കും നന്നായിട്ട് തിളച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നന്നായിട്ട് പുളിയൊക്കെ നന്നായിട്ട് കിടന്ന് തിളച്ച് അതിൽ തക്കാളിയും പച്ചമുളകൊക്കെ നന്നായിട്ടൊന്ന് വേവട്ടെ കേട്ടോ. ഒരു 2 മിനിറ്റ് കിടന്ന് തിളച്ചതിന് ശേഷം പിന്നെ നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള തേങ്ങയുടെ പേസ്റ്റ് ഇല്ലേ അത് അതിലേക്ക് ചേർത്തു കേട്ടോ. ഇനി നമുക്ക് കൂട്ടാൻ്റെ കട്ടിക്കനുസരിച്ച് അതിൽ വേണമെങ്കിൽ വെള്ളം ചേർക്കാം കേട്ടോ. തേങ്ങയുടെ ഒപ്പം വെള്ളം ചേർക്കാം. കൂട്ടാൻ കട്ടിക്ക് വേണമെങ്കിൽ അധികം വെള്ളം ചേർക്കേണ്ട. അതല്ല കൂട്ടാൻ ലൂസായിട്ടാണ് നിങ്ങൾക്ക് വേണ്ടത് വെച്ചാൽ അതിനനുസരിച്ച് നമുക്ക് വെള്ളം ചേർത്ത് ലൂസാക്കുകയും ചെയ്യാം കേട്ടോ. അപ്പം ഇനി തേങ്ങ ചേർത്തതിന് ശേഷം കറി നന്നായിട്ടൊന്ന് തിളക്കട്ടെ. അതിൻ്റെ പച്ചമണം ഒന്ന് മാറി കിട്ടണം. നമ്മുടെ തേങ്ങയുടെ പച്ചമണം ഒന്ന് മാറി കിട്ടുന്നവരെ നന്നായിട്ട് തിളക്കട്ടെ. തിളച്ചതിന് ശേഷം പിന്നെ നമ്മുടെ മീൻകുട്ടപ്പന്മാരിരിക്കുന്നുണ്ട്. ആ മീൻകുട്ടപ്പന്മാർ നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ കറി ഇതേ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് മീൻ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി മീനിട്ടിട്ട് മീൻ നന്നായിട്ടൊന്ന് വേവട്ടെ, നല്ലോണം തിളക്കട്ടെ. ഒരു 10 മിനിറ്റോളം തിളക്കട്ടെ കേട്ടോ. എന്നാലും മീനൊക്കെ പാടെ വെന്ത് കിട്ടുള്ളൂ. അപ്പോൾ ആ സമയത്ത് നമ്മളിവിടെ ചെറിയ ഉള്ളിയും കുറച്ച് കറിവേപ്പിൻ്റെ ഇലയും കൂടിയിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നന്നായിട്ട് 10 മിനിറ്റ് കഴിഞ്ഞ് അത് നന്നായിട്ട് തിളച്ചതിന് ശേഷം നമ്മൾ ഒരു പാനിലേക്ക് എണ്ണ ഒഴിച്ച് അതിലേക്ക് ഈ അരിഞ്ഞു വെച്ചിട്ടുള്ള ഉള്ളിയും കറിവേപ്പിൻ്റെ ഇലയും കൂടിയിട്ട് വഴറ്റുകയാണ് കേട്ടോ. ഇനിയിപ്പോൾ നമ്മുടെ ലാസ്റ്റ് ഘട്ടത്തിലേക്ക് നമ്മൾ എത്തി. അപ്പോൾ ഇനി വഴറ്റി നമ്മൾ കൂട്ടാനിക്ക് ഒഴിക്കുക വേണ്ടുള്ളൂ കേട്ടോ. അപ്പോൾ വീട്ടിൽ മീനൊക്കെ വാങ്ങിക്കഴിഞ്ഞാൽ അമ്മയാണ് കേട്ടോ കൂട്ടാൻ വെച്ച് തരുന്നത്. അപ്പോൾ നമ്മുടെ കറിവേപ്പിലയും ഉള്ളിയും കൂടി നല്ല വഴറ്റിയത് ഇനി നമ്മൾ നമ്മുടെ കറിയിലേക്ക് കൊട്ടുകയാണ് കേട്ടോ. കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്.